ഞാൻ വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി എടുക്കുന്ന ആംഗിൾ ആദ്യം തുടങ്ങിയ ഒരേ നിലപാട് തന്നെയാണ്. കാരണം ആ നിലപാട് എന്ന് പറയുന്നത് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ആളായാലും കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ടി.പി. രാമകൃഷ്ണനും ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇത് എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ കുറ്റം ചെയ്താൽ അതിനനുസരിച്ച് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല ഈ പറഞ്ഞ സംവിധാനത്തിൽ വലിയ കാര്യം. ഇതിനകത്ത് രണ്ട് ആംഗിളാണ്. ഒന്ന് പി.വി. അൻവർ ആദ്യമേ തുറന്നു വിട്ട ഒരു ഭൂതമുണ്ട്. അതിലെന്താണ് ഈ പറഞ്ഞ സുജിത് ദാസിൻ്റെ കൂടെ സുജിത് ദാസിൻ്റെ വോയിസ് ക്ലിപ്പിൽ വന്ന കാര്യമാണ്. അതിനകത്ത് ഏത് കൊല്ലാനും മടിയില്ലാത്ത ആളെന്നുള്ള നിലയ്ക്കാണല്ലോ ആ സമയത്ത് ഈ പറഞ്ഞ വോയിസ് ക്ലിപ്പിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP ആ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ അന്വേഷണത്തെയൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ താഴെയുള്ള ആൾക്കാരാണ്. എന്തു പറഞ്ഞാലും DGP ആണ് ഈ കേസ് അന്വേഷിക്കുന്നതിനും കൂടെ എഴുതാനെങ്കിലും ഒരാളെ കൂടെ കൂട്ടണ്ടേ. ആ എഴുതുന്ന ആളെങ്കിലും പറഞ്ഞ റൈറ്റർ ആണെങ്കിലും ഈ പറഞ്ഞ ADGPൻ്റെ കീഴിലുള്ള ആളല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ADGP ആണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ കൂടെ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ളൊരു സംവിധാനത്തെ ഈ പറഞ്ഞ ADGP കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ അനുഭവിക്കുന്നതിൻ്റെ ഔചിത്യം ഈ പറഞ്ഞ ആർക്കും മനസ്സിലാകുന്നില്ല. അതാണ് ഈ പറഞ്ഞ ഘടകകക്ഷികളെല്ലാവരും പറയുന്നത്. ഇന്നിപ്പോൾ LJP ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ പറഞ്ഞത്. LJP ആണ് RJD പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രയും സമൂഹത്തിൽ ചർച്ചാ വിഷയമായിരുന്ന ഒരു വിഷയം എടുത്ത് ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നതിൻ്റെ ഔചിത്യം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ആ ചർച്ചയുടെ തുടക്കം. അത് കഴിഞ്ഞ് അവർ പുറത്തു വരുമ്പോൾ ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഈ പറഞ്ഞ ഞങ്ങളുടെ നിലപാടിൻ്റെ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു 3 ആഴ്ചയും കൂടെ കഷ്ടി ഉണ്ടാവും എന്ന് വെക്കുക. പക്ഷേ ആ അന്വേഷണ റിപ്പോർട്ട് തിരിച്ചു വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനേക്കാളും വലിയ വിവാദമായിരിക്കും. ഇപ്പം എന്ന് പറയുന്ന റിപ്പോർട്ടില്ലാത്ത വിവാദമാണ്. മറ്റൊരു റിപ്പോർട്ട് മുന്നിൽ വെച്ചുള്ള വിവാദമാണ്. അതിൻ്റെ അകത്ത് PV അൻവർ പറഞ്ഞ ആരോപണം നിഷേധിച്ചാലുള്ള അവസ്ഥ എന്താണ്? PV അൻവർ അടങ്ങിയിരിക്കുമോ? കാരണം നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണ്, നിങ്ങൾ പറഞ്ഞ കാര്യത്തിലൊന്നും വ്യക്തതയില്ല, നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ PV അൻവർ അടങ്ങിയിരിക്കുമോ? അടങ്ങിയിരിക്കാൻ പറ്റില്ല. തിരിച്ച് ഇനി ADGP അജിത് കുമാറാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ പറഞ്ഞാലോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആര് പറയണം? മുഖ്യമന്ത്രി പറയണം. എന്തിനാണ് ഇദ്ദേഹത്തെ ഇത്രയും നാൾ ഈ പോസ്റ്റിൽ ഇരുത്തിക്കൊണ്ടിരുന്നത്? ഈ പറഞ്ഞ സംവിധാനത്തെ എല്ലാം അട്ടിമറിക്കാനല്ലേ എന്നുള്ളൊരു സംവിധാനം വരും. അപ്പോൾ സത്യം പറയും ഇരുതളയുള്ള വാളായി ഈ പറഞ്ഞ സംവിധാനത്തെ മാറ്റാൻ ഈ പറഞ്ഞ CPM കഴിഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് അതിൻ്റെ ഒരു ഭാഗമായി മാറി. ഇപ്പം MV ഗോവിന്ദനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, TP രാമകൃഷ്ണനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, P ശശിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരാൾക്കും CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറഞ്ഞ 4 പേരല്ലാതെ ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടോ? ഇന്നലെ KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? KT ജലീലിൻ്റെ ഫേസ്ബുക്ക് സെക്കൻഡ് വിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറം SP-ൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ എന്താണ് വിക്കറ്റിൻ്റെ എണ്ണം കിട്ടത് PV അൻവറാണ്. സെക്കൻഡ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പോസ്റ്റ് ഇടുന്നത് KT ജലീലാണ്. അദ്ദേഹം ഈ CPM MLA അല്ലേ. അപ്പം ഈ പറഞ്ഞ സംവിധാനങ്ങളെ എല്ലാം പാർട്ടിയിലെ അണികളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ ഈ പറയുന്ന പാർട്ടിക്കോ പാർട്ടി നേതൃത്വത്തിനും വലിയ പിഴവ് വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെയും സംശയം എന്ന് പറയുന്നത്. ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാർ രാം മാധവനെയോ അല്ലെങ്കിൽ ഈ ദത്താത്രേയ ഹൊസബളനെയോ കണ്ടത് എല്ലാം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയത്തിലായിക്കോട്ടെ ആണെന്ന് വയ്ക്കുക. ആണെങ്കിൽ കൂടെ ഈ പറയുന്ന CPM അതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? CPM ന്യായീകരിക്കാൻ കഴിയുമോ? ഇതിനു മുൻപ് അങ്ങനെ CPM ന്യായീകരിച്ചിട്ടുണ്ടോ? ന്യായീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ EP ജയരാജൻ്റെ കാര്യം പറഞ്ഞ പോലെ EP ജയരാജൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ EP ജയരാജൻ പുറത്തു പോകുന്ന സമയത്ത് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ അജിത് കുമാറിൻ്റെ കേസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ നിലപാടെടുത്തത്. ഇന്നാണ് ഈ ആ നിലപാടെടുക്കില്ല. ഇന്നലെ അതിനനുസരിച്ച് ഇപ്പം മാറ്റം വരുത്തി. എന്നിട്ട് ഇന്നലത്തെ യോഗത്തിൽ MV ഗോവിന്ദന് മുഖ്യമന്ത്രി എന്ന യോഗത്തിൽ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ഈ MR അജിത് കുമാറിന് വിടേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് നേരിട്ട് ചെയ്താൽ പോരെ. അതൊന്നും അല്ലാതെ അണികളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതുമില്ലാണ് പ്രശ്നം. അണികളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം വരുന്നുണ്ടോ? നമ്മുടെ പ്രസ്ഥാനം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ജനങ്ങൾക്കും ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കും ഈ പറയുന്ന പാർട്ടിക്കും ദോഷം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇതൊക്കെയാണ് സാധാരണക്കാരായ കേരളത്തിലെ CPM പ്രവർത്തകരെ കൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള P ശശിനെ സംരക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു കാര്യങ്ങളും പോകുന്നില്ല. മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആളെങ്കിൽ ആ പറയുന്ന സംവിധാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയായി വരും.
അതിനകത്ത് പി ശശിയാണ് അതിൻ്റെ പ്രശ്നമെങ്കിൽ ഈ പറയുന്ന പാർട്ടിയാണ് അതിൻ്റെ നിലപാടെടുക്കേണ്ടത്. കാരണം ഈ പാർട്ടി തന്നെയാണല്ലോ ഈ പറയുന്ന പി ശശിനെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം എം വി ഗോവിന്ദനും ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പി ശശിയും ഈ പറയുന്ന LDF കൺവീനറായ ടി പി രാമകൃഷ്ണനും എല്ലാവരും ഇതിനെതിരെ എങ്ങനെ നിലപാടെടുക്കുമെന്ന് പറയും. ഇവർക്ക് ഇപ്പോഴും ആ കാര്യത്തെക്കുറിച്ചൊരു അതിനെക്കുറിച്ച് അഭിപ്രായം ഇവർക്ക് ഇപ്പോഴും ഇല്ല. അവരിപ്പോഴും എന്താ വിചാരിക്കുന്നത്, ഇതെങ്ങനെയും കുറച്ച് നാൾ കഴിഞ്ഞ് കെട്ടടങ്ങും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മാറും എന്നുള്ളതാണ്. പക്ഷേ ഇത് കെട്ടടങ്ങില്ല എന്ന് ഞാൻ പറയുന്നത്. ഇപ്പം ഈ MR അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ച് കെട്ടടങ്ങും. കാരണം എന്താണ്, ഈ പറയുന്ന അന്വേഷണത്തിലൊരു ഔചിത്യം വരും. അതോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തൊരു മുഖ്യമന്ത്രി അതിന് രക്ഷപ്പെടും. കാരണം ഞാൻ ഈ ആരോപണം വന്ന ഉടനെ തന്നെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയല്ലോ, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിച്ചാൽ പോരെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിന്നെ ആ പറയുന്ന ഒരു നിലപാടെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ ഇന്ന് PV അൻവർ വേറൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഈ പറയുന്ന ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. ഈ ആരോപണം കത്തിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് പോയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? അതിൽ പരാതി കൊടുക്കുന്നവർക്ക് എതിരായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ പോലീസ് മാറി എന്നുള്ളതാണ്. ഇപ്പം പൊന്നാനിയിലെ കേസെടുത്ത് നോക്കിയുള്ളൂ, പരാതി കൊടുത്താൽ അവർക്കെതിരെ അന്വേഷണം. ഈ പറയുന്ന ആശ്രമം കത്തിച്ചു എന്ന് പറയുന്നത് സ്വാമി കൊണ്ടിട്ട് സന്ദീപാനന്ദഗിരി കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ സന്ദീപാനന്ദഗിരീൻ്റെ അനുഭാവികളുമായിട്ട് അന്വേഷണം നടക്കും. അതിൽ പോയി എവിടെ എത്തി നോക്ക്. IP ബിനു എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു നേതാവിൻ്റെ അടുത്തേക്ക് എത്തി. അതാര്? CPMൻ്റെ നേതാവാണ്. അത് കഴിഞ്ഞ് പോകുന്നത് കണ്ണൂരേക്കാണ്. കാരായി രാജൻ്റെ ഫോൺ റെക്കോർഡിങ് എടുക്കാൻ പോവാണ്. കാരായി രാജൻ്റെ ഫോൺ റെക്കോർഡിങ്, ഈ പറയുന്ന IP ബിനുവിൻ്റെ ഫോൺ റെക്കോർഡിങ്, ഈ പറഞ്ഞ പരാതി കൊടുത്ത സന്ദീപാനന്ദഗിരിയുടെ ഫോൺ നമ്പർ. എന്തിനാണ് ഈ തിരുവനന്തപുരത്ത് ആശ്രമം കത്തിച്ച കേസിൻ്റെ അകത്ത് കാരായി രാജൻ്റെ പിന്നെ ഫോൺ റെക്കോർഡിങ് എടുക്കുന്നതിനാ? ഫോൺ റെക്കോർഡിങ് എടുത്താൽ കാരായി രാജനെ സംരക്ഷിക്കുന്ന കണ്ണൂരിലെ ബാക്കിയുള്ള ജയരാജന്മാരാണ്, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമാണെന്ന് ആർക്കറിയാം, ഇതിൻ്റെ പുറകെ പോകുന്നവർക്കറിയാം. അപ്പം ആ കോൾ ലിസ്റ്റ് പിടിച്ചു, അതിൻ്റെ ലിസ്റ്റ് പുറത്തേക്ക് വന്നു. ഏതോ കാരണം കൊണ്ടാൽ അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ആ പറയുന്ന സംവിധാനം ചോദ്യം ചെയ്യലിലേക്കും ഈ പറഞ്ഞ ഒരു സംവിധാനത്തിലേക്ക് മാറാതെ പോയത് അല്ലേ? എന്തിനാ അങ്ങനെ ഒരു നിലപാടെടുത്ത്? അങ്ങനെ ഒരു പാർട്ടി കാരായി രാജൻ പിന്നെ കണ്ണൂരിലെ എത്രയോ വലിയ നേതാവാണ്. ഈ പറയുന്ന CPM നേതാക്കന്മാർക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും LDF കൺവീനറിനും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും ഒന്നും അറിയാത്തതുകൊണ്ടാണ്. കാരണം അത്രയും വലിയ നേതാവിൻ്റെ ഒരു ഫോൺ റെക്കോർഡ് എടുത്ത് ഈ പറയുന്ന പിന്നെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ കാരായി രാജൻ എന്താ ബന്ധം? അത് എന്തിനു അന്വേഷിച്ചു എന്നുള്ളത് അറിയണ്ടേ? എന്നിട്ട് പിന്നെ DYSP ഷാജി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞ എന്താണെന്നറിയോ? അന്വേഷണത്തിൽ കാരനുമായി ബന്ധമുള്ളതെന്ന് സംശയിക്കുന്നവരുടെ CDR ശേഖരിച്ചു എന്നാണ്. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? പിന്നെ ജില്ലാ നേതാവ്, തിരുവനന്തപുരം ജില്ലാ നേതാവ് IP ബിനു, കണ്ണൂരിലെ CPM നേതാവ് കാരായി രാജൻ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. DYFI നേതാവ് സുബിൻ, പിന്നെ CPM ബ്രാഞ്ച് സെക്രട്ടറി ദിനേശ് എന്നിവരുടെ ഡീറ്റെയിൽ ഇതിൽ സംശയമുണ്ടെന്ന് ആര് പറയാണ്? ഇത് അന്വേഷിച്ച DYSP പറയാണ്. ഇത് വേറെ എന്തോ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തോ നിലപാടെടുത്തിട്ട് ഇതിനെ പിന്നെ ഇത് CPMനെതിരായി തിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ആരെ അറിയിക്കുകയാണ്? ജില്ലാ പോലീസ് മേധാവിനെ അറിയിക്കുകയാണ്. ഈ കേസ് അന്വേഷിച്ച DYSP ആ ജില്ലാ പോലീസ് മേധാവി ഇങ്ങനെയൊരു CPMനെതിരെ, പാർട്ടിക്കെതിരെ ഇങ്ങനെയൊരു വിഭാഗം പിന്നെ ചർച്ച നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്, പോലീസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ പിന്നെ ആർക്ക് പിന്നെ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് അറിയാതിരുന്നുണ്ടോ? അതങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ കാരായി രാജനെതിരെ ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി അറിയണ്ടായിരുന്നോ? അതറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് BV അൻവർ പറയുന്നത്. BV അൻവർ കുറേ ദിവസങ്ങളായി പറയുന്ന കാര്യങ്ങളിൽ എവിടേക്കൊക്കെയോ ലോജിക്കുകൾ കാണുന്നില്ലേ നമ്മൾ? ഇത് ലോജിക്കലി കറക്റ്റല്ലേ? എന്തിനാണ് കാരായി രാജൻ്റെ ഡീറ്റെയിൽ എടുത്തതെന്ന് ചോദിച്ചാൽ കറക്റ്റല്ലേ? ഇത് അന്വേഷണം പോയി അടുത്ത ജയരാജന്മാരിലേക്കോ കണ്ണൂർ നേതാക്കന്മാരിലേക്കോ എത്തിയുള്ള അവസ്ഥ എന്തായിരുന്നു? എത്ര 4.5 വർഷം എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെന്ന് ഓർക്കണം. അത് ഈ പിന്നെ അതിൽപ്പെട്ട ഒരാൾ പിന്നെ അസ്വാഭാവിക മരണം സംഭവിച്ചപ്പോൾ അതിനടുത്ത് കേസെടുത്തതിന് ശേഷമാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് നടന്നത്. അപ്പോൾ ഈ പറയുന്ന 2023 ഇതിനെതിരെ റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഇപ്പം ഞാൻ പറയുന്നത് PV അൻവർ 1, 2, 3 എന്ന് പറയാം. ഒന്ന് പിന്നെ മലപ്പുറത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഈ പറഞ്ഞ MR അജിത് കുമാറും ഈ പറഞ്ഞ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അതിനുശേഷം ഇന്ന് കാരായി രാജൻ ഈ പറഞ്ഞ പിന്നെ സന്ദീപാനന്ദഗിരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലെല്ലാം എവിടെയൊക്കെയോ ഒരു ശരിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കോൾ റെക്കോർഡിങ് പുറത്തു പോയി എന്നുള്ള നിലയ്ക്ക് ഇത് ഒരു പരാതിയാണെങ്കിൽ നമുക്ക് നോക്കാം, 2 പരാതിയാണെങ്കിൽ നോക്കാം, 3 പരാതിയാണെങ്കിൽ നോക്കാം, 4 പരാതിയാണെങ്കിൽ നോക്കാം, ഇത് ഒരു നേതാവാണെങ്കിൽ നോക്കാം. ഇത് PV അൻവർ മാത്രം പറയില്ല, ഇത് KT ജലീൽ പറയുന്നു,
ഇത് കൊടുവള്ളി മുൻ MLA പറയുന്നു, ചില പിന്നെ പാർട്ടി പ്രവർത്തകർ അവിടെ ഇവിടെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നു. LDFിൻ്റെ യോഗത്തിൽ വന്നിട്ട് LDFിൻ്റെ ഘടകകക്ഷികൾ പറയുന്നു. അവർ പറയുമ്പോഴും ഇത് ഒരു പിടിവാശി ഈ കാര്യത്തിൻ്റെ അകത്ത്. ആ പിടിവാശി ശരിക്കും പറഞ്ഞാൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ആ ബുദ്ധിമുട്ടിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെയായിരിക്കും. കാരണം മുഖ്യമന്ത്രിയായിരിക്കും ഇതിന് മറുപടി പറയേണ്ടി വരിക എന്നുള്ളതാണ്. ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞ പോലെ പിന്നെ RSSകളാൽ കൊല്ലപ്പെട്ട പിന്നെ അണികളുള്ള പാർട്ടിയാണ് എന്നുള്ളതിൻ്റെ മറുപടി ഈ പറയുന്ന റിപ്പോർട്ട് വരുന്ന ദിവസം കറക്റ്റായിട്ട് പറയേണ്ടി വരും. ഈ പറഞ്ഞ എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട്, ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം കലക്കിയിട്ടില്ല എന്നായിരിക്കും ഇനി റിപ്പോർട്ട് വരാൻ പോകുന്നത്. കലക്കി എന്ന് പറഞ്ഞാൽ CPM പ്രശ്നത്തിൽ പോയി, മുഖ്യമന്ത്രി പ്രശ്നത്തിൽ പോയി. അപ്പോൾ എന്ത് വരും? കലക്കിയിട്ടില്ല എന്ന് റിപ്പോർട്ട് വരും. അപ്പോൾ അവിടെ ഒരു ക്ലീൻ ചേട്ടായോ? അപ്പോൾ ഒന്നും പൂരം കലക്കിയിട്ടില്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിക്കലാണോ? അങ്ങനെയാണെങ്കിൽ ഈ പൂരം കലക്കിയെന്ന് പറഞ്ഞ പിന്നെ PV അൻവറിൻ്റെയും ഈ പറഞ്ഞ പിന്നെ നമ്മുടെ CPIൻ്റെ അവസ്ഥ എന്താ? പൂരം കലങ്ങിയതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നുള്ള അന്വേഷണം വേണം എന്ന് പറയുന്നതിനകത്ത് അപ്പോൾ കേരളത്തിലുള്ള CPMകാരോട് എന്തുവർ പറയും? അതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഇനി ഈ പൊട്ടിത്തെറികളുടെ കാലമായിരിക്കും ഇനി അങ്ങോട്ട്. ഈ പറഞ്ഞ റിപ്പോർട്ട് വരുന്നത് വരെ ഇവർ കാത്തിരുന്നാൽ ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് നിലപാടെടുക്കാൻ പറ്റിയാൽ അത് വലിയ മാറ്റങ്ങളായിരിക്കും. അതുമാത്രമല്ല, ഇനിയിപ്പം ഈ കോൾ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യം, കോൾ രജിസ്റ്റർ ചോർത്തി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് ചില്ലറ കാര്യമല്ലല്ലോ. കേരളത്തിലെ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആൾക്കാരുടെ, അതുപോലെ തന്നെ പിന്നെ പാർട്ടി പ്രവർത്തകരുടെ, MLAയുടെ ഒക്കെ ഫോൺ കോൾ ചോർത്തി എന്ന് പറയുകയാണ്. എത്ര വലിയ ആരോപണമാണ് അത്! പാർട്ടി പിന്നെ MLA പറയുകയാണ്. അതിനെതിരെ ഇങ്ങനൊരു സാധാരണ ലെവലിലൊരു അന്വേഷണം നടത്തി വിട്ടാൽ മതിയോ? ആ അന്വേഷണത്തിന് ഏത് ലെവലിൽ അവർ പോയി നിൽക്കുക? അപ്പം ഒരു പിന്നെ പരാതി എഴുതി നൽകിയിട്ടുണ്ട്, അന്ന് ആ പരാതിനെതിരെ മാത്രം നിലപാട് സ്വീകരിച്ചെന്ന് പരാതി പറഞ്ഞ് DGP അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം എന്താണ്? ഈ പറഞ്ഞ പിന്നെ P ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി എഴുതി നൽകാൻ പിന്നെ CPM അനുഭാവിയായ MLA, പാർട്ടി മെമ്പറല്ലല്ലോ, അനുഭാവി MLAനോട് പറഞ്ഞ അനുഭാവിയായ MLA എന്തിനാ പാർട്ടിക്ക് പരാതി എഴുതി നൽകുന്നത്? പറഞ്ഞാൽ പോരെ? അത് പാർട്ടി അന്വേഷിക്കണ്ടേ? എഴുതി നൽകിയാൽ മാത്രം എന്തിനാ അന്വേഷിക്കുന്നത്? കാരണം ഇത്രയും വലിയ ആരോപണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് പിന്നെ LDF യോഗത്തിൻ്റെ അകത്ത് ഘടകകക്ഷികൾ എഴുതി നൽകിയിട്ടാണോ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ ലെറ്റർ എഴുതി മുന്നണിക്കും ലെറ്റർ ഇതിന് നടപടി സ്വീകരിക്കണം എന്ന് എഴുതി നൽകിയാൽ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് അവർ പറയുന്നത് കേൾക്കാനൊരു മാനസികാവസ്ഥ കാണണ്ടേ? അൻവർ എഴുതി കൊടുക്കുന്നതിന് മുമ്പാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതാ പറയുന്നത്. അൻവർ എഴുതി കൊടുക്കുന്നതിന് മുമ്പാണ് മുഖ്യമന്ത്രി അന്ന് അന്വേഷണം അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചത്. പിന്നീടാണല്ലോ പോയിട്ട് എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തത്. അല്ല, ഞാൻ പറയുന്നത് പാർട്ടി മെമ്പർ ആയിരുന്നെങ്കിലോ, പാർട്ടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അദ്ദേഹം അനുഭാവിയാണെന്നാണ്. പാർട്ടി അനുഭാവിയാണെന്നല്ല പറയുന്നത്. പാർട്ടി അനുഭാവി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞാൽ പോരെ? അത് അന്വേഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ അനുഭാവി മാത്രമാണ്, പാർട്ടി മെമ്പർ അല്ല, ഇദ്ദേഹത്തിന് ഒരു വിലയും നൽകുന്നില്ലെങ്കിൽ ഇത് ഇത്ര കോളികൾക്ക് സൃഷ്ടിക്കുമോ? ഈ പറഞ്ഞ ഇത്രയധികം ആൾക്കാരെ മാറ്റുമോ? ഇനി ഒന്നും വേണ്ട, മലപ്പുറത്തെ പിന്നെ SP തുടങ്ങി DYSPമാരെ മുഴുവൻ അവിടുന്ന് സ്ഥാനം ചെല്ലാൻ പറ്റില്ലേ? IG മാരെ മുഴുവൻ മാറ്റിയില്ലേ? ഇതെന്തിനാണ് മാറ്റിയത്? ഈ പറഞ്ഞ അനുഭാവിയായ MLA പറഞ്ഞിട്ടല്ലേ? അപ്പോൾ അത് വിശ്വാസത്തിലെടുക്കുന്നില്ലേ? ഈ കാര്യത്തിൽ മാത്രം എന്താ വിശ്വാസത്തിലെടുക്കാത്തത്? അപ്പം പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഊരാക്കുടുക്കായി മാറിയിട്ടുണ്ട്. ആ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോഴുള്ള അന്വേഷണം പൂർത്തീകരിക്കുന്നവരെ വെയിറ്റ് ചെയ്താൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വലുതാവും. ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്ന് കെട്ടടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞ് കെട്ടടങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണത്തിൽ അജിത് കുമാറിനെ മാറ്റി പുതിയൊരാളെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഒരു ADGPമാരുടെ ഒരു വലിയ ശൃംഖലനെ ഒന്നിച്ചങ്ങ് മാറ്റി. ഇപ്പം അങ്ങനെയാണല്ലോ മാറ്റിയത്. ഇപ്പം മൊത്തത്തിലങ്ങ് മാറ്റി. അപ്പോൾ പറയുമ്പോൾ എന്താണ്? മൊത്തത്തിൽ ട്രാൻസ്ഫറാണ്. ADGPമാരെ എല്ലാവരെയും അങ്ങ് മാറ്റും. ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെയുണ്ട്. അതായത് ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് പുതിയ ഓർഡേഴ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ല, ട്രാൻസ്ഫർ അല്ല, എല്ലാവരും മാറ്റിയല്ലോ. ഒരാളെ പോലും മാറ്റാത്തില്ല, എല്ലാവരെയും മാറ്റി. ഇപ്പം ആരോപണം നേരിട്ട BB ബെന്നിനെ മാറ്റണം എന്ന് പറഞ്ഞു. BB ബെന്നിനെ മാത്രം മാറ്റിയാൽ പോരല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? എല്ലാ DYSPകാരെയും മാറ്റി. ഈ എലിയെ പിടിച്ച് ഇല്ലം ചുടുകയെന്ന് കേട്ടിട്ടില്ലേ? അപ്പം മൊത്തത്തിൽ ആൾക്കാരെയൊക്കെ മാറ്റി. അപ്പം ഒരു പരിധി വരെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊരാക്കുടുക്കാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഊരാക്കുടുക്ക് എന്ന് പറയുന്നത് ഈ RSSുമായി ബന്ധപ്പെട്ട ഈ ബാക്കി എന്ത് വിഷയവും പാർട്ടിക്ക് നേരിടാൻ പറ്റും. അജിത് കുമാറിൻ്റെ തലയിൽ കെട്ടുവെച്ചത് അജിത് കുമാറിൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞാൽ പറയും. പക്ഷേ ഈ പറഞ്ഞ RSSുമായി ബന്ധപ്പെട്ട കാര്യം ഭയങ്കര സെൻസിറ്റീവാണ്. ആ വിഷയത്തെ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഈ ഉണ്ണിബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സാമുദായിക ഘടനയിലടക്കം മാറ്റം വരും CPMൻ്റെ അകത്തെ. കാരണം വോട്ട് ബാങ്ക് ഇരിക്കുന്ന സ്ഥലത്തിന് ബാധിക്കും. അത് CPMന് അനുകൂലമായി നിലപാടെടുക്കാൻ പറ്റുമോ പാർട്ടിക്ക്? CPMന് എതിരായി നിലപാടെടുക്കാൻ പറ്റുമോ പാർട്ടിക്ക്? RSSനെതിരായ RSSന് അനുകൂലമായ നിലപാടെടുക്കാൻ പറ്റില്ല. ആ ഒരു നിലപാട്
കേരളത്തിലെ ഈ പറഞ്ഞ വിഭാഗങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറം കേന്ദ്രീകരിച്ച്, അൻവറിനെ കേന്ദ്രീകരിച്ച്, കെ ടി ജലീലിനെ കേന്ദ്രീകരിച്ച്, ഈ പറഞ്ഞ കൊടുവള്ളിയിലെ മുൻ MLA കേന്ദ്രീകരിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലപാടിൽ ഉറച്ച നിലപാട് പാർട്ടിക്ക് എടുക്കേണ്ടി വരും. ആ പാർട്ടിക്ക് എടുക്കേണ്ട നിലപാട് ഇപ്പോൾ ആണെങ്കിൽ ഈ പറഞ്ഞ അജിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരും, അല്ലെങ്കിൽ ഇത് തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. Meet the editors.